ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ 9.2 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഗവർണർ ഇക്കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. അതേസമയം എത്ര നോട്ടുകൾ തിരികെ എത്തി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടുമില്ല. ഇപ്പോൾ 15.4 ലക്ഷം കോടി രൂപയാണല്ലോ അസാധുവാക്കപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും 60% നോട്ടുകൾ മാത്രമേ പകരമെത്തിയിട്ടുള്ളൂ. അതായത് 86% പിൻവലിച്ചു, അതിൻ്റെ 60% തിരിച്ചു വന്നു. അതിൻ്റെ മീൻസ് അതിന് ഈക്വലൻ്റ് ആയിട്ട് വന്നില്ല. 86, 50, 60, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ 60%, 2 ലക്ഷം എന്ന് വെച്ചാൽ പുതിയ നോട്ടുകൾ 60% വരും. അതായത് ഡിമോണിറ്റൈസ് ചെയ്തതിൻ്റെ 60% വരും. അതോടൊപ്പം തന്നെ ഡിമോണിറ്റൈസ് ചെയ്തപ്പോൾ തന്നെ ഒരു 14% കറൻസി ഉണ്ടായിരുന്നു. ഇത് വെച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർ PSC മുൻപാകെ പറഞ്ഞത് ഈ ബുദ്ധിമുട്ടുകൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് നാം മൂവ് ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറയുക മാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലുള്ള എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയും കുറഞ്ഞ ചെലവിൽ അതിനുള്ള ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, പേയ്മെൻറ്റ് ടെർമിനൽസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. പിന്നെ അതുപോലെ വേറെ പ്രൈവറ്റ് ഏജൻസീസ് അതിനുവേണ്ടിയുള്ള സ്റ്റാർട്ടപ്സിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ കുറേ മെഷേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. ഈ PSCയുടെ ചോദ്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം താങ്കൾ കാണുന്നുണ്ടോ? ഈ PSC ചോദ്യം ഉന്നയിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണർക്ക് മുൻപാകെ. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ എക്കണോമിയിലേക്ക് പോകുവാനുള്ള ഒന്നായിരുന്നുവല്ലോ എന്ന് പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. അതോടൊപ്പം ഈ റിസർവ് ബാങ്ക് ഗവർണർ നൽകിയ മറുപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, താങ്കൾ നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കഴിഞ്ഞ ജനുവരി മുതൽ ഇങ്ങനെ ചർച്ചകൾ നടത്തുന്നത് ഈ കള്ളനോട്ടിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയും തീവ്രവാദം തടയുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയുമുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണല്ലോ എന്ന്. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടല്ലോ എന്ന് PSC ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെയല്ലേ വൈരുദ്ധ്യമുള്ളത്? ആ ചോദ്യത്തിൽ വൈരുദ്ധ്യമുണ്ട്. പക്ഷേ ആ വൈരുദ്ധ്യത്തെ വേണമെങ്കിൽ നമുക്ക് മറികടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം വളരെ കൃത്യമായ ഒരു ലക്ഷ്യം മുൻപോട്ട് വയ്ക്കുകയാണ് ജനങ്ങളുടെ മുൻപിൽ. ക്യാഷ്ലെസ് ഇക്കോണമി എന്ന് പറഞ്ഞ് ഉള്ള ക്യാഷ് മുഴുവനും പിൻവലിച്ചെടുത്തിട്ട് ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാനിക്കായിരിക്കും അത് സമൂഹത്തിലുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാനിക്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നാം ഇപ്പോൾ കള്ളപ്പണത്തിനും കള്ളനോട്ടിനും ഒക്കെ എതിരായിട്ട് ഒരു നടപടി എടുക്കുന്നു, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക എന്നൊരു പ്രിൻസിപ്പിൾ മുമ്പോട്ട് വയ്ക്കുന്നു, ഒരു അഭ്യർത്ഥന മുമ്പോട്ട് വയ്ക്കുന്നു. അത് വിജയിച്ചു. ഏകദേശം പണം മുഴുവനും എത്തിക്കഴിഞ്ഞു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഡോണ്ട് എക്സ്പെക്ട് ഈ പണം മുഴുവനും ഇതുപോലെ ക്യാഷായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുമെന്ന് വിചാരിക്കരുത്. മറിച്ച് നമുക്കൊരു ക്യാഷ്ലെസ് ഇക്കോണമിയിലുള്ളൊരു ട്രാൻസ്ഫർ. മഞ്ജുഷെ, എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം ഓർക്കണം, GST നിലവിൽ വരികയാണെങ്കിൽ ആ GST ഏറ്റവും കാര്യക്ഷമമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ക്യാഷ്ലെസ് ഇക്കോണമിയിലേക്കുള്ള മൂവ് വളരെ അത്യാവശ്യമാണ്. അതറിയാവുന്നവർ തന്നെയാണ് രാഷ്ട്രീയമായ രീതിയിൽ ഇതിനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കള്ളപ്പണം എന്ന ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ ഈ കണക്കുകൾ കിട്ടിയേ തീരൂ. അതിനാണ് ഈ സമയം അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര പണം തിരികെ എത്തി എന്ന കണക്കുകൾ. അതിൽ തന്നെ എത്ര കള്ളനുണ്ട്, എത്ര വെള്ളയുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇൻകം ടാക്സ് വെട്ടിച്ച്, അതായത് നികുതി കൊടുക്കാതെ ഇരിക്കുന്ന പണമാണ് കള്ളപ്പണമായിട്ട് നമ്മൾ വരുന്ന ഒരു സോഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സോഴ്സ് ഉണ്ട് എന്നിരിക്കെ നികുതി കൊടുക്കാതെ ഇപ്പൊ 24 ലക്ഷം പേരാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇൻകം ടാക്സ് കൊടുക്കുന്നവർ 24 ലക്ഷം പേരേ ഉള്ളൂ. അത് ഒരു പക്ഷേ അതിന്റെ 3 ഇരട്ടി വരെ കണ്ടേക്കാൻ ഇടയുണ്ട്. അതിലും കൂടുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതൊക്കെ ഈ കണക്ക് കൂട്ടലിൽ നിന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. ജോസഫ് സി മാധി, 15 ദിവസം കൊണ്ട് എന്ത് പ്രതീക്ഷിക്കാം റിസർവ് ബാങ്കിൽ നിന്ന്? കണക്ക് പുറത്തുവിടേണ്ടി വരും തീർച്ചയായും. അത് വൈകിക്കും തോറും അപഹാസ്യരാകുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഡിസംബർ 10 വരെ കൃത്യമായി എണ്ണിക്കൊണ്ടിരുന്നത് ഗവൺമെൻറ് ഇടപെട്ടൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായി സ്റ്റോപ്പ് ചെയ്തതാണ്. അതിന് മുൻപുള്ള പല കാര്യത്തിലും താളത്തിൽ തുള്ളിയ റിസർവ് ബാങ്ക് ഇതിലും തുള്ളുകയാണ്. നവംബർ 7 ഈ ഫേക്ക് കറൻസിയുടെ കാര്യത്തിലും ഹൈ ഡിനോമിനേറ്റർ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലും ടെററിസ്റ്റ് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും ഇത് ഡിമോണിറ്റൈസ് ചെയ്തുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആമീൻ എന്ന് പറയുന്ന ഒരു ബോഡിയായിട്ട് റിസർവ് ബാങ്കിൻ്റെ ബോർഡ് മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഈ കറൻസി ഈ ബാങ്കുകളിലേക്ക് തിരിച്ചു വരുന്ന പണത്തെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ഭയപ്പെടുന്നത്? ഇപ്പോൾ തന്നെ NRIകൾ, വിദേശത്ത് പോയ മലയാളികൾക്ക് അവരുടെ കൈവശമുള്ള കറൻസി മാറണമെങ്കിൽ കേരളത്തിലെ റിസർവ് ബാങ്കുകളിലൊന്നും മാറാൻ അവസരമില്ല. 4 ഇടത്തേക്ക് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തുകയാണ്. ഇവിടെ നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ 26(2) എന്ന് പറയുന്ന RBIയുടെ ആക്ട് യഥാർത്ഥത്തിൽ നമ്മളത് വായിച്ചാൽ അതിൽ സീരിയൽ നമ്പർ പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കാനുള്ള RBIയുടെ ഒരു പ്രൊവിഷനാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.
ഇതിൽ സീരിയൽ നമ്പർ പറയാതെ വാല്യൂ പറഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെ RBIയെ മാത്രമല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ പാർലമെൻറ്റിനെയും ബൈപ്പാസ് ചെയ്യാനും 16-ാം തീയതി കൂടാനിരിക്കുമ്പോൾ 8-ാം തീയതി എടുത്ത തീരുമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ബൈപ്പാസ് ചെയ്യുകയോ അവരുടെ വിലയിടിച്ച് കാണിക്കുകയോ ചെയ്യുന്ന ഒരു നടപടിയായിട്ട് ഇത് കൊണ്ടുപോയതാണ്. കണക്ക് പുറത്തു വിട്ട് കഴിയുമ്പോൾ ഒന്നാമത് പറഞ്ഞിരുന്നത് കത്തിച്ചു കളയും, ഇപ്പൊ പറയുന്ന പോലെയല്ല ഗംഗയിൽ ഒഴുക്കും, കത്തിച്ചു കളയും എന്നാണ് പറഞ്ഞിരുന്നത്. അത് പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കുക, അവസരം വരുമല്ലോ. അത് ആദ്യം സമ്മതിക്കുക. അതിനുശേഷം വന്ന അക്കൗണ്ടുകൾ അവർ പരിശോധിക്കട്ടെ, എന്നിട്ട് അതിനുശേഷം എത്ര ടാക്സ് എന്നുള്ളത് പറയട്ടെ. പക്ഷേ കറൻസിയിൽ പൈസ ഉപയോഗിക്കണോ ക്യാഷ്ലെസ് ആകണമോ എന്നുള്ളതൊക്കെ ഒരു പൗരൻ്റെ അവകാശമാണ്. അങ്ങനെ ഒരാളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് ഇന്നതിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒന്ന് ശരിയല്ല, തിയററ്റിക്കലി ശരിയല്ല. ഇപ്പോൾ പറയുന്ന രീതിയിൽ അത് പ്രായോഗികവുമല്ല. ഈ പറയുന്ന RBIയുടെ തന്നെ കൺസെപ്റ്റ് പേപ്പറിൽ മാർച്ച് മാസത്തിൽ ക്യാഷ്ലെസ്സിലേക്ക് മാറുന്നതിന്റെ തടസ്സങ്ങൾ വ്യക്തമായി ഗവൺമെന്റ് മുൻപിൽ നന്ദി നന്ദി ശ്രീ ജോസഫ് സി മാത്യു, ശ്രീമതി മേരി ജോർജ്, ശ്രീ JR പത്മകുമാർ, ശ്രീ ആദികേശവൻ, ശ്രീ MB രാജേഷ്.